കായംകുളം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആലപ്പുഴയിൽ CPIM പരിപൂർണമായി തകരാൻ പോകുന്നു എന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട്. നിലവിൽ കായംകുളം MLA ആയിട്ടുള്ള പ്രതിഭ CPIMൽ ഏറെ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. CPIMൽ നിന്ന് തനിക്കുണ്ടായ മാനസിക സംഘർഷത്തെ പറ്റി യു പ്രതിഭ പലപ്പോഴായി പറയുന്നുമുണ്ട്. ഏതായാലും G. സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം പല വേദികളിലും പങ്കിടുന്ന കാര്യം ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M. നാസറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. M. നാസറും AM ആരിഫും H. സലാമും ഒക്കെ ചേർന്ന് നടത്തുന്ന ഇപ്പോഴത്തെ CPIM SDPI ബന്ധം അത് പൊളിച്ചടുക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് G. സുധാകരൻ നടത്തുന്നതെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഭയും വരികയാണ്. ഇവിടെ പ്രധാനമായും കാണേണ്ട ഒരു കാര്യം, പ്രതിഭ രമേശ് ചെന്നിത്തലയോട് ചർച്ച നടത്തി കായംകുളം സീറ്റ് കൃത്യമായും UDF കോട്ടയിലേക്ക് മറിയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടേം കണ്ടീഷൻ്റെ പേരും പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാൻ ഉറപ്പുള്ള, തഴയപ്പെടാൻ ഉറപ്പുള്ള നേതാക്കളിൽ ഒരാളാണ് യു പ്രതിഭ. അവരെ കായംകുളത്ത് നിന്ന് മാറ്റി പകരമായി മറ്റ് ഒരു CPIM സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പ്രതിഭയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ CPIMന് ജയിക്കാൻ കഴിയില്ല. അത് ഉറപ്പാകുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 11,000 വോട്ടുകൾക്ക് പ്രതിഭ ഹരി ജയിച്ചെങ്കിൽ 2021 അവർ 6,000 പരം വോട്ടുകൾക്ക് അരിതാ ബാബുവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത് നിയമസഭയിൽ വിജയിച്ചു കയറിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അരിതാ ബാബുവിനെ വീണ്ടും ഫീൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും പ്രതിഭയാണ് കോൺഗ്രസിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടി മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആലപ്പുഴ ജില്ലയിൽ നോക്കിയാൽ CPIMൻ്റെ ചെങ്കോട്ടയായിരുന്ന ആ ജില്ല മൊത്തത്തിൽ ഇപ്പോൾ കാവിമയത്തിലേക്ക് CPIMൻ്റെ പാർട്ടി ഓഫീസുകൾ മാറി തുടങ്ങിയിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള കൃത്യമായ ധാരണ. കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവർ AM ആരിഫ് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പല മേഖലയിലും അഭൂതപൂർവമായി വോട്ട് പിടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ഇത് CPIMനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ CPIMനെ തഴയുന്നു. KC വേണുഗോപാൽ 50,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. പ്രത്യേകിച്ചും ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ കോൺഗ്രസിന് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കും എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറയുന്നത്.